പോത്തോട്ട മഹോത്സവം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോത്തോട്ട മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു. അടാട്ട് ഉടലക്കാവ് പോത്തോട്ടപ്പറമ്പിലാണ് പോത്തോട്ട മഹോത്സവം നടന്നത്. പോത്തോട്ട മഹോത്സവം അടാട്ടിൻ്റെ ഒരു സാംസ്കാരികോത്സവമായിട്ടാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. എല്ലാ വിവിധ മതത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളും ഇതിൽ വളരെ ആഘോഷപരമായിട്ട് തന്നെ ഉത്സാഹത്തോടെ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാറുണ്ട്. ഈ കോമ്പൗണ്ട് നിറയെ ആളുകൾ, നിസ്സാരമായിട്ട് ഒരു പോത്തോട്ടമാണ് എങ്കിലും പോലും ആളുകളെ ഇതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതസ്ഥരും, എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ ജനവിഭാഗങ്ങളും നമ്മൾ അടാട്ടിൻ്റെ ഒരു സാംസ്കാരികോത്സവമായിട്ടാണ് ഈ പോത്തോട്ടത്തിനെ എന്ന് നോക്കിക്കാണുന്നത്. ഓണം കഴിഞ്ഞാൽ അടാട്ട് സ്വദേശികൾ പിന്നെ കാത്തിരിക്കുന്നത് എന്നാണ് പോത്തോട്ടം എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, 16 അകത്തിനല്ലേ നമ്മുടെ പോത്തോട്ടം, 16 അകത്തിന് പോത്തോട്ടം വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഓണം കഴിഞ്ഞ് 16 അകത്തിനല്ല പോത്തോട്ടം വന്നത്. കാരണം വെച്ചാൽ ഇവിടെ സാധാരണ പോത്തോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്നല്ല എല്ലായിടത്തും നാൾ നോക്കിയിട്ടാണ് പോത്തോട്ടം ഉണ്ടാകുന്നത്. അതായത് ആയില്യം കഴിഞ്ഞ മകം, കന്നിമാസത്തിലെ ആയില്യം കഴിഞ്ഞ അടുത്ത നക്ഷത്ര നാളാണ് മകം. മകം നാളാണ് നമ്മൾ പോത്തോട്ടം കൊണ്ടാടുന്നത്. ഈ പ്രാവശ്യം കന്നിമാസത്തിലെ 2 തവണ ആയില്യവും മകവും വന്നു. അപ്പോൾ ഏറ്റവും അവസാനത്തെ മകമായ ഇന്ന് കന്നിമാസം 31, ആ മലയാള ദിവസം 31, ആ മകനാളിലാണ് ഇന്ന് പോത്തോട്ടം ഇവിടെ ആഘോഷിക്കുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ പോത്തോട്ടമുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ പ്രത്യേകത ഐതിഹ്യങ്ങളുണ്ടായിരിക്കാം. ഇവിടെ അടാട്ടിനെ സംബന്ധിച്ച് പൂർവികരായിട്ട് നടത്തിയിരുന്ന, വളരെ പൂർവികരായിട്ട് എൻ്റെ അച്ഛനും അമ്മാവനും അങ്ങനെ മുൻ തലമുറക്കാർ നടത്തി വന്നിരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോത്തോട്ടം എന്ന് ഈ ചടങ്ങ് കൊണ്ടാടുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. കന്നിമാസത്തിൽ വിളവെടുപ്പ് നടത്തി ആ വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നൊരു ഉത്സവമാണ് ഈ പോത്തോട്ടം എന്നുള്ള ചടങ്ങ്. അതായത് കന്നിമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ് കർഷകൻ്റെ പത്തായി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു സന്തോഷമാണ്. മാത്രമല്ല അവൻ്റെ കന്നുകാലികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് പാടത്തൊക്കെ ഉഴുതിരുന്നത്. അപ്പോൾ കന്നുകാലികളെ ഉപയോഗിച്ച് പാടത്ത് ഉഴുമ്പോൾ ഈ കന്നുകാലികൾക്ക് വീണ്ടും ആരോഗ്യം കിട്ടാനും ആ കന്നുകാലികൾക്ക് രോഗങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കന്നുകാലികളെ കൊണ്ടുവന്ന് ഓടിക്കുന്നത്. പണ്ടൊക്കെ എല്ലാ കർഷക കുടുംബങ്ങളിലും കന്നുകാലികളും ഉണ്ടായിരുന്നു. ആ കർഷക കുടുംബങ്ങളിലുള്ള കന്നുകാലികളെ കൊണ്ടുവന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ കന്നുകാലികൾക്കും അതുപോലെ ആ കർഷക കുടുംബത്തിനും ഐശ്വര്യവും സുഖസമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് സങ്കല്പം.
മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ്റെ വാഹനമാണ്, കാലിൻ്റെ വാഹനം. അപ്പോൾ യമനെ പോത്തിനെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ യമനെ ഓടിക്കുകയാണ്. ഈ പോത്തുംപുറത്ത് വരുന്ന യമനെ ഓടിക്കുകയാണ്. കാലിൻ്റെ വാഹനമായ പോത്തിനെ ഓടിക്കുമ്പോൾ യമനും ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകും എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം. ഇപ്പോൾ ഈ പോത്തോട്ട് തറയിലിരിക്കുന്നത് ശിവലിംഗമാണ്. ആ ശിവലിംഗത്തിൻ്റെ ചുറ്റുമാണ് പോത്തിനെ ഓടിക്കുന്നത്. അങ്ങനെ പോത്തിനെ ഓടിക്കുന്നതോട് കൂടിയിട്ട് കാലനും പോകും. അതുകൊണ്ട് ബാലമരണങ്ങളും ദുർമരണങ്ങളും ഒന്നും ഈ നാട്ടിലുണ്ടാവില്ല എന്നൊരു വിശ്വാസം കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ, ഇടിവെട്ട്, മഴ, കാര്യങ്ങൾ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ, ആ പ്രകൃതിക്ഷോഭങ്ങൾ ഇല്ലാതിരിക്കാനും ഇത്തരത്തിലുള്ള ചടങ്ങ് ഉപകരിക്കുമെന്നാണ് പണ്ടത്തെ ആളുകളുടെ വിശ്വാസം. ഇത് വളരെ ഭംഗിയായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നു. വരും വർഷങ്ങളിലും നമുക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി മാഷ് ഇതിൻ്റെ കാലങ്ങളായിട്ട് ഇതിൻ്റെ ചെയർമാനായിട്ട് രക്ഷാധികാരിയൊക്കെ ആയിട്ട് തുടരുകയാണ്. ഇപ്പോൾ യുവജനതയാണ് ഈ പരിപാടികൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ട് നടത്താനും ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് അവർ ഇത് പഠിക്കുകയും അതിലൂടെ നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യാനായിട്ടും നല്ല സന്തോഷത്തോടു കൂടി ഉത്സാഹത്തോടു കൂടിയിട്ടും ഈ പരിപാടികൾ നടത്തുന്നതിനും
ഉള്ള തീരുമാനപ്രകാരമാണ് ഇന്നിവിടെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റിയത്. പോത്തോട്ട മഹോത്സവത്തിന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ സി വേലായുധൻ മാസ്റ്റർ, കൺവീനർ പി കെ ശിവദാസ്, ചന്തു ശങ്കർ എന്നിവരും മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം